പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ കുരിശ്. ചുമ്മാ സ്നേഹിക്കല്ല, യേശുവിനെ കുരിശിൽ ബലിയായി നമുക്ക് നൽകിക്കൊണ്ട് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരാർത്ഥം ദൈവം ഏറ്റെടുത്തുകൊണ്ടാണ് ആ സ്നേഹം സ്വർഗം പ്രകടിപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ടല്ലേ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ ക്രിസ്തു മഹത്വീകരിക്കപ്പെടുന്നത് കുരിശിലാണ്. കാരണം കുരിശിലാണ് നമ്മളുടെ രക്ഷ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ പാടാറില്ല നമ്മൾ കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു എന്ന് പാടുന്നതിന്റെ കാരണം ഈ യോഹന്നാന്റെ ദൈവശാസ്ത്രം അതിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കുരിശ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കുരിശിനെ ആരാധിക്കണം, കുരിശിനെ സ്നേഹിക്കണം. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കുരിശുകൾ വരുമ്പോൾ അത് തെറ്റിദ്ധാരണയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയൊക്കെ വഴിവിട്ട ജീവിതക്രമങ്ങളായിരിക്കാം. നമ്മൾ നഷ്ടധൈര്യരാകരുത് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുരിശുകളെ സന്തോഷത്തോടെ ഈശോയുടെ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നാളെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ്. നമുക്ക് നാളെ നന്നായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് തുടങ്ങി നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരുടെ വാർഷിക ധ്യാനം 3 ബാച്ചുകളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ബാച്ച് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലും 2ഉം 3ഉം മേരിമാത സെമിനാറിലുമാണ്. അച്ഛൻ ഇന്ന് തുടങ്ങിയിട്ടുള്ള ബാച്ചിലാണ് അച്ഛൻ ധ്യാനിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഒരു നവീകരണത്തിന് വേണ്ടി കൂടി, അച്ഛൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. എല്ലാ വൈദികർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ വികാരിച്ചന്മാരായിട്ടുള്ളവരെ, നിങ്ങൾ ബന്ധുമിത്രാദികളായിട്ടുള്ള അച്ഛന്മാർക്കൊക്കെ വേണ്ടി, അവർക്ക് കൃപയിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി. നമ്മൾ ഒരിക്കലും നല്ല അച്ഛന്മാരാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, വിശുദ്ധരായ വൈദികരാകാൻ വേണ്ടിയിട്ടാണ്. ഈ നല്ലതും വിശുദ്ധവും തമ്മിലെ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. നല്ലതെന്ന് പറഞ്ഞൊരു ഒരു 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 നല്ലതെന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട് അതിൽ. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് വിശുദ്ധരായ വൈദികർ, വിശുദ്ധരായ മാതാപിതാക്കൾ, വിശുദ്ധരായ യുവജനങ്ങൾ. നമ്മളുടെ ഫുൾട്ടൻ ജേഷിനാണ് പറയുന്നത് നൈസ് പേഴ്സൺസ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നൈസ് പേഴ്സൺസിനെ വളർത്തിയെടുക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. നൈസാണ്, നൈസല്ല നമുക്ക് വേണ്ടത്. വി നീഡ് ഹോളി ഫാദർ, ഹോളി മദർ, ഹോളി യൂത്ത്, ഹോളി പ്രീസ്റ്റ്, ഹോളി നൺസ്. അത്തരത്തിലുള്ള ഒരു വിശുദ്ധമായ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.